200 ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. 200 സാരി. ഇതിനകത്ത് കയറിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. 1200 ഷോപ്പുകൾ, 3500 പല വിധേനാണ് ക്യാമറ തിരിച്ച് കിട്ടിയത് തന്നെ. പിള്ളേരുടെ സിൽക്കിൻ്റെ ഒക്കെ സാരികൾ 11,000. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സൂറത്തിലാണ് നിൽക്കുന്നത്. സൂറത്ത് ടൗണിൽ തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പഴക്കം ചെന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. ബോംബെ മാർക്കറ്റ് എന്നാണ് പേര്. അപ്പോൾ ആ ഒരു ബോംബെ മാർക്കറ്റിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. മെയിനായിട്ട് സാരികളാണ് ഇവിടെ ഉള്ളത്. സാരികൾക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. സാരികളും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രോപ്പ് ടോപ്പുകൾ, ചുരിദാറുകൾ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും. കാരണം അത്രത്തോളം കളക്ഷനുകളുള്ള ഒരു സ്ഥലമാണിത്. 1200ഓളം കടകളാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കറ്റിനകത്തേക്ക് കയറാം. ആ ഒരു മാർക്കറ്റിനകത്തെ കാഴ്ചകളിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്തിരുന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. സൂറത്തിൽ വന്നു കഴിഞ്ഞാൽ എവിടുന്ന് ഡ്രസ്സ് എടുക്കണം, എന്ത് ടൈപ്പ് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ എല്ലാ ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബോംബെ മാർക്കറ്റിനുള്ളിലുള്ള ഷോപ്പുകൾ, കുറേ ഷോപ്പുകൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു കളക്ഷനുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇവിടെ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് ഇതാണ് ആ ഒരു ബോംബെ മാർക്കറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബോംബെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. കുറേ സാരി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് ഡ്രസ്സുകളുടെ ഒരു എന്താ പറയുക, ഡ്രസ്സൊക്കെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് അവർക്ക് പറ്റുന്ന ഒരു സ്വർഗം എന്നൊക്കെ വേണമെങ്കിലും പറയാം. അത്രത്തോളം ഷോപ്പിംഗ് ഓപ്ഷനുകളുണ്ട്. പിന്നെ ഇതൊക്കെ കുറേ ടൈപ്പ് സാരികളുണ്ട്. സാരി ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ. 500. ഈ ഒരു റോഡ് ഇങ്ങനെ കിടക്കാൻ കേട്ടോ. നിങ്ങൾ നടക്കാൻ പറ്റുന്ന രീതിയിൽ കിടക്കാനാണ്. ഇവിടെയും കുറേ കടകളുണ്ട് കേട്ടോ. കാണുന്നുണ്ട്. സെയിൽ റേറ്റ് 600. 600 രൂപ ഉണ്ട് ഇതിന്. 950 രൂപയുടെ ക്ലോത്താണ് കേട്ടത്. 200. വാവ് ഗൈസ്, ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. 750 രൂപ. 200 സാരി. നമ്മുടെ കുറേ സാരികളുണ്ട് കേട്ടോ. सर इधर साड़ी 200 वाला 250 वाला 350 450 सब इधर 200 से स्टार्टिंग रेंज. 200 രൂപയുടെ സാരികൾ നോക്കി. ഇത് നോർമലി നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് സാരികളാണ്. How many shops? कम से कम होगा ना 1200 1200 शॉप्स है इसके अंदर. आपका शॉप का नाम क्या है? देवप्रिया. ओके. हाँ, ഇതിനകത്തേക്ക് സ്ഥലമുണ്ട് കേട്ടോ. ഇതുണ്ടോ, ചെറിയ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട്. ഇതിനകത്ത് കയറിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് സുഹൃത്തുക്കളെ. അങ്ങോട്ട് വഴിയുണ്ട്, അങ്ങോട്ട് വഴിയുണ്ട്, അങ്ങോട്ട് വഴിയുണ്ട്, എല്ലായിടത്തേക്കും വഴിയുണ്ട്. സെയിൽ റേറ്റ് 1000 ഫിക്സഡ് റേറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 1200 ഷോപ്പുകൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് അതിനുള്ളിൽ കയറിയിട്ട്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. 3500 രൂപയാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു കളർ ആദ്യമായിട്ട് കാണുന്നത്. पूरा ले लो. बेंगलोरी कॉटन सेल, पटोला सेल, ऑर्गेंजा सेल, डोला सेल. प्रिंटेड साड़ी भी आएगा लक्ष्मीपति विशाल का. हाँ, अच्छा 250 से स्टार्ट है. 250. നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ല, ആ ടൈപ്പ് സാരിയാണ്. 250 രൂപയുടെ. പക്ഷെ ഭയങ്കര തിന്നാണ്, കട്ടി. കേരള. എനിക്ക് ഇവരുടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഈ ഒരു ബ്ലാക്ക് കുർത്തൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബ്ലാക്കും യെല്ലോയും കൊള്ളാം, രണ്ടും കൊള്ളാം. 700 രൂപ ഉണ്ട് ഇതിന്. ഇതിനകത്ത് എത്ര കടകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നൊന്നും പറയാനില്ല. 1200 കടകളോളം ഉണ്ടെന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞത്, ഒരു ചേട്ടൻ പറഞ്ഞത്. എല്ലാ കടക്കാരും ക്യാമറ കാണുമ്പോഴത്തേക്ക് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അവർ വിളിക്കാനാണ്. ഇത്ര സപ്പോർട്ട് ചെയ്ത് ഇതിനുള്ളിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല. പുള്ളി ക്യാമറ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എല്ലാവരും ഭയങ്കരമായിട്ട് ഒക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റാണ് കടയിലേക്ക്. ഇതൊക്കെ 500 രൂപയുടെ സാരികളാണ്. ഈ ഒരു ഡ്രസ്സ് നോക്കിക്കുക, നല്ല രസമുണ്ടല്ലോ. കാണാണ്ട് നല്ല അടിപൊളി സാധനം, നല്ല ഭംഗിയാണ് കാണാണ്ട്. 1100 രൂപയുടെ സാരികളാണ്. അങ്ങോട്ട് പറയുന്നുണ്ടല്ലോ, സിൽക്ക് പാലസ്. 350 രൂപയുടെ സാരി നോക്കി. കട്ടിയില്ല കേട്ടോ, പക്ഷെ കട്ടി ഒട്ടുമില്ല. സിൽക്കിൻ്റെ ഒക്കെ സാരികൾ ജഗത്തിരിപ്പുണ്ട്. 8800 ഒക്കെ സാരി ഇരിക്കുന്ന നോക്കിക്കേ. 3000, 2500. चेतन जा, उबर नहीं कर दे रहे हो.
खरीदी का वीडियो हो रहा है यूट्यूब वाला हुई जो हमारे चैनल है एक वाइट बंडल पूछ ये इधर आए साड़ी देखने के लिए या എന്റെ ക്യാമറ വാങ്ങിച്ചിട്ട് വെക്കാണ് സുഹൃത്തുക്കളെ. ये नमन सिल्क प्लस यहाँ बाल बोर्ड दिखेंगे ना ये शेठ जी के साथ संपर्क या अब एक इधर और शॉप है इधर भी अपना इंट्रोडक्शन देना है ये ज़्यादा लोड बनते हैं इधर आइए अब इधर एक बार एक और है थोड़ा सा और प्रोग्राम बना दे तुम्हारा जितना कैमरा नहीं है शरीर में है एक बार इधर आओ आप मेरे साथ आओ एक मिनट इधर ये किशोर ये मीरा ये इधर ऐसे कस्टमरों को दिखाया जाता है सर थोड़ा स्मेल नहीं जाटो यो ये सर्दी दूसरी शॉप पे आए अभी हमारे ക്യാമറ एक मिनट आना 2 मिनट ये ज़्यादा लोड बनते हैं इधर अपना साथ में नहीं आएगा ऐसे हाँ या भैया आपका नाम क्या है? मेरा नाम बाटी ബാട്ടി ഓക്കെ അവനെൻ്റെ ക്യാമറ ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞ 2-3 മിനിറ്റ് ആയിട്ട് അവനായിട്ട് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എല്ലാ ആളുകളും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവർക്കും കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സാരികളാണ് കേട്ടോ. 1200 രൂപയ്ക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ ബൈ. ओके ഷോപ്പ് നമ്പർ S23-25. आना हाउ विथ डॉट ബൈ. ഓക്കെ ബ്രോ ബൈ. तुम कैमरा में बात हो क्या हाँ आइए दीदी साड़ी वगैरह इधर लाइव रिकॉर्डिंग में इधर आओ साड़ी लेना है लहंगा दीदी എൻ്റെ വണ്ടി സുഹൃത്തുക്കളെ അവന് വട്ടാണ്, അവനൊരു ഭയങ്കര വിറ്റാണ് കേട്ടോ. എൻ്റെ അവനൊരു വട്ടനാണ് അവന് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ ക്യാമറ കണ്ടപ്പോഴത്തേക്ക്. ഫുള്ള് വാങ്ങിച്ച് കഴിഞ്ഞൊരു 4-5 മിനിറ്റ് മൊത്തം അവൻ വീഡിയോ എടുക്കണമായിരുന്നു. അതിൽ കുറച്ചൊക്കെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പല വിധേനാണ് ക്യാമറ തിരിച്ച് കിട്ടിയത് തന്നെ. അവനത് കൊണ്ടങ്ങ് ഓടി. ഞാൻ ഓർത്ത് ഇവർ ഓടിപ്പോ പോകുന്നത്. എന്താ പിള്ളേരുടെ ഡ്രസ്സുകൾ നോക്കിക്കേ, ചെറിയ പിള്ളേരുടെ ഡ്രസ്സുകൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. എന്തോരം ടൈപ്പ് ഡ്രസ്സുകളാണ്. ഇങ്ങോട്ടേക്ക് ഇനിയും കുറേ കടകളുണ്ട്. ഇതൊക്കെ ചുരിദാറിൻ്റെ ടോപ്പുകളൊക്കെ കണ്ടോ. ചുരിദാറിൻ്റെ ഒക്കെ ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. സുഖത്തിനായ ഭയ ये वाला ये 400 ये 350 ये 550 अरे मकरंज लोग അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു 300-400 ആ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് സാരിയും കാര്യങ്ങളൊക്കെ കിട്ടും. आइए हमारे फोटो देख ली ड्रेस अंदर नहीं भैया, क्या लेना क्या नहीं जो मैं देखने के लिए घूमते हैं. हाँ विजिट ओनली. हाँ ഓക്കെ ഡേ. ഇത് മറ്റേ കല്യാണത്തിലൊക്കെ ഇടുന്ന ടൈപ്പ് ഷർവാണി, എന്തിനു പറയുന്നത്, ഷർവാണി ജുബയോ ആ സംഭവമാണ്. എത്ര രൂപയുടെ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏ കിतना रुपये 7,500 7,500 7,500 രൂപ. ഇഷ്ടപ്പെട്ടു. सर वेलकम हेलो डिजाइनर सारी फैंसीज कैटलॉग में सारी दिखाओ डिजाइनर सारी फैंसीज कैटलॉग ആ സാരി നോക്കിയിട്ട് 50% ऑफ है सर 50% वेलकम सर आइए सावरी हाउस ये 6,000 है. 3000 में पड़ेगा 50% ऑफ है 50% ऑफ. ओके ठीक है. हवा अंदर आओ 3000 രൂപ ഉണ്ട് ഇതിന്. साड़ी घाघरा पैटर्न चालू से बगून गया ये हाथ में दिया ना 250 രൂപയുടെ സാരി. एक बाद में लेना ഇതെന്താ സാധനം ഇത്, ലുങ്കിയോ? ഓ ഇത് മറ്റേ കെട്ടുന്ന ടൈപ്പ് പാവാട. ഇതൊക്കെ മറ്റേ വെഡ്ഡിങ് ടൈപ്പ് ഡ്രസ്സുകളാണ്. 7,150 രൂപയൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം 5,000 6,000 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഓ ഗുയ്സ് 1,500 ഉണ്ട് ഇതിന്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ കുറേ കടകളുണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട് ഇതിനകത്ത്. വീട് സാരി സെൻറ്റർ 2,000 4,000 2,500. നമ്മൾ ഓൾറെഡി ഇതേപോലത്തെ സാധനം കണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്ത്.
ഇഷ്ടമുള്ള അല്ലേ ആ ഒരു സിമ്പിൾ. സുഖത്തിനായി 11,000 11,000. ഓ ഫിക്സഡ് റേറ്റ്. फुल गेयर का इसका नाम क्या है? कोई क्या नाम है? क्रॉप टॉप. क्रॉप टॉप. हाँ वेस्टर्न पीस है. रेडी ब्राउन. ये क्या मटेरियल है भाई? हाँ ये क्या मटेरियल है? ये आएगा जिमिचू. जिम्मी? ऑर्गेंजा जिमिचू. ജിമ്മിസു. हाँ ചെറിയ കടകളും ഉണ്ട്, ഇതേപോലെ വലിയ വലിയ കടകളും ഉണ്ട്. പക്ഷെ ഇത് കാണാൻ കുറച്ച് നല്ല ഭംഗിയും കാണാനായിട്ട്. സ്റ്റീപ്പസ്റ്റ് ഓഫ് നല്ല രസമാണ് കാണാനായിട്ട്. ഇതിനൊരു എത്ര റേറ്റ് ഇട്ടേക്കണം നോക്കട്ടെ. 7,250 ഈ ഒരു ഡ്രസ്സും. അപ്പോൾ സുഹൃത്തുക്കളെ, ഷോപ്പ് ചെയ്യാനായിട്ട് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പെർഫെക്റ്റ് സ്ഥലമാണ്. അമ്മാതിരി കളക്ഷൻസ് ഉണ്ട്. ചിലയിടത്ത് റേറ്റ് കുറവാണ്, ചിലയിടത്ത് റേറ്റ് കൂടുതലാണ്. ഒരു 200 രൂപ തൊട്ടുള്ള സാരികൾ, 100 രൂപ തൊട്ടുള്ള സാരികളുണ്ട്. അത് 250, 500, 1000, 2000, 7000, 10000 അതിന് മുകളിലുണ്ട്. കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ ചില ഡിസൈനർ ഷോപ്പുകളുണ്ട്, നല്ല ഭംഗിയുള്ള നല്ല വലിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്തായാലും കൊള്ളാം. നല്ല ഭയങ്കര കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഡ്രസ്സ് തന്നെ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് കയറാനായിട്ട് പിന്നെ 1000 കടകൾ വേറെ ഉണ്ട്. നല്ല കാര്യമായിട്ട് ഷോപ്പ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം മൊത്തം വേണ്ടി വരും. കാരണം അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം ഒന്നും അറിയില്ല. ഞാൻ വെറുതെ കാണാൻ കയറിയിട്ട് എനിക്ക് 1.5 മണിക്കൂർ അതിന് പോയി. അപ്പോൾ അങ്ങനെയാണ് ഈ ബോംബെ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുന്നവരെന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത മാർക്കറ്റിലേക്ക് പോകാം. ഇനി ഇവിടുന്ന് കുറേ മാർക്കറ്റുണ്ട്. ഹരികൃപ മാർക്കറ്റൊക്കെ ഉണ്ട്, സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇനിയുണ്ട്, എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് അടുത്ത മാർക്കറ്റിലേക്ക് അടുത്തിട്ടാണ്. ഓക്കെ, ഞാൻ അടുത്ത മാർക്കറ്റിലെത്തി കേട്ടോ. ഇത് ശ്രീറാം ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റാണ്. ആ ഒരു മാർക്കറ്റ് ശ്രീറാം മാർക്കറ്റ്. പിന്നെ അവിടുത്തെ കുറേ കടകളുണ്ടല്ലോ, ഇതുവരെ കണ്ടിട്ട് പോവാം. ഒരു സാരി ഇട്ടൊക്കെ നോക്കി, ഡ്രസ്സൊക്കെ നോക്കി. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ശ്രീറാം മാർക്കറ്റ് ഇത് ബൾക്കായിട്ട് കൊടുക്കുന്ന കടകളാണ്. ഇവിടെയൊക്കെ കുറേ കടകളുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് ആ ഒരു മാർക്കറ്റാണ് കേട്ടോ. ശ്രീറാം മാർക്കറ്റാണ്. എല്ലാവരും മാർക്കറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ ഫുള്ള് ടെക്സ്റ്റൈൽ ഷോപ്പുകളാണ്, നിറച്ചും ടെക്സ്റ്റൈൽ ഷോപ്പ്. മൊത്തം നോക്കിയ സിൽക്ക് മില്ല്, മറ്റേ ടെക്സ്റ്റൈൽ, അവിടെ ടെക്സ്റ്റൈൽ, ഇവിടെ ടെക്സ്റ്റൈൽ, ഹോൾസെയിൽ, റീറ്റെയിൽ. ഇത് തന്നെയാണ് എല്ലായിടത്തും, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. അപ്പോൾ ബോംബെ മാർക്കറ്റ് കയറി അത്രയും ടൈം എന്തായാലും ശ്രീറാം മാർക്കറ്റ് കവർ ചെയ്യാൻ വേണ്ടി വേണ്ട. ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അടുത്ത് വേറെയും 3-4 മാർക്കറ്റ് ഉണ്ട്. ശങ്കർ മാർക്കറ്റ് ഉണ്ട്, ഹരികൃപ മാർക്കറ്റ് ഉണ്ട്, സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഉണ്ട്. ഇത് മെയിനായിട്ട് 3 കൂടി കവർ ചെയ്യാനുണ്ട്. ഇവിടെ ക്യാമറ കണ്ട് ആൾക്കാർ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കും. എല്ലാ ആളുകളും നോക്കും. ഞാൻ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ക്യാമറ പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും നോക്കും. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ചിലരൊക്കെ നിന്നിട്ട് തിരിഞ്ഞൊക്കെ നോക്കും. നടന്നു പോകുമ്പോഴൊക്കെ അവരൊന്ന് എത്തിയൊക്കെ നോക്കിയിട്ട് പോകും. ചിലർ ഹായ് കാണിച്ചിട്ട് പോകും, ചിലർ വിളിച്ച് കയറ്റും. പിന്നെ ചില നേരത്തെ കയറിയ ടെക്സ്റ്റൈൽ ബോംബെ മാർക്കറ്റ് കണ്ടില്ല, ഒരാളിൻ്റെ ക്യാമറ വാങ്ങിച്ചിട്ട് ഓടിയത്. കോമഡിയാണ്. എന്തായാലും നമുക്ക് പതുക്കെ നടക്കാം. ഈ സ്ട്രീറ്റ് ഫുള്ള് ടെക്സ്റ്റൈൽ ഷോപ്പുകളാണ്, ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ആ ഒരു മാർക്കറ്റിലേക്ക് നടക്കാം. ഞാൻ പറയില്ല, ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണിത്. അപ്പോൾ ഇത് അടുത്ത ടെക്സ്റ്റൈൽ മാർക്കറ്റ് നമുക്ക് പോകാനുള്ളത് ശങ്കർ ആ കാണുന്നതാണ്, ഹരിയോം ഈ കാണുന്നതാണ്. രണ്ടിടത്തും കയറാം കേട്ടോ. ആദ്യം ശങ്കർ കയറിയിട്ട് വരാം. എനിക്കിവിടെ ഈ ഒരു ഗുജറാത്തിൽ നിന്നല്ല, മഹാരാഷ്ട്രയിലുണ്ടത്. ഈ പാൻറ്റ് വെച്ചിട്ട് തുപ്പുന്ന പരിപാടി ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്താ ഇവരെല്ലാവരും ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ശങ്കർ മാർക്കറ്റ് കേട്ടോ. ഇത് എനിക്കിതിനകത്തേക്കൊന്ന് കയറാവേ. ശങ്കർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം. ഞാൻ കൊണ്ടേക്ക് കുറേ സാരി ഷോപ്പുകളുണ്ട്. നമുക്കെന്തായാലും ജസ്റ്റ് കയറിയിട്ട് കണ്ടു നോക്കാം. കുറേ ഉണ്ട്, കുറേ സാരി ഷോപ്പ്സ് ഉണ്ട്. ചുരിദാറുകളും സെയിം തന്നെ, നമ്മൾ കണ്ടതിൻ്റെ തന്നെ ഓരോ ഡിഫറെൻറ്റ് വെർഷൻസാണ്. അകത്തേക്ക് കയറുന്നില്ല, നമുക്ക് ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടു നോക്കിക്കുക. നല്ല അടിപൊളി ചുരിദാർ. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ ഡ്രസ്സുകൾ കിടപ്പുണ്ടല്ലോ. 3 എണ്ണത്തിന് 1500 എഴുതേക്കുന്നവർ.
ഞാൻ ഓർക്ക് ശരിക്കും ഒരാൾ നിൽക്കാന്ന്. ഇതൊക്കെ കുറേ ഉണ്ട്. എനിക്ക് ഇതിനൊന്നും പേര് നാളെന്ന് പറയാൻ പാടില്ല ഈ ഡ്രസ്സുകളുടെയൊക്കെ. അടുത്ത നമുക്ക് കയറാനുള്ള മാർക്കറ്റ് ഇതാണ് കേട്ടോ, ഹരിയോം ടെക്സ്റ്റൈൽ മാർക്കറ്റ്. ഞാൻ ഹരിയോം മാർക്കറ്റിനകത്തേക്ക് കയറി കേട്ടോ. ബ്ലൗസുകൾക്കൊക്കെ എന്തോ പേര് പറയത്തില്ലേ ഇങ്ങനത്തെ ഈ ടൈപ്പിന്. തീർന്നു നോക്കി ഉണ്ടോ ഇങ്ങനത്തെ ചെറിയ ടൈപ്പ് സാരി നോക്കി. ഇടിവെട്ട് കളറാണല്ലോ, എല്ലാ കളറും ഉണ്ട്. ഞാൻ എൻ്റെ മുകളിലത്തെ നെല്ലിൽ കയറിയേ. ഇവിടെയും കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇത്രയും ഷോപ്പുകൾ മുകളിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവരെല്ലാം രാവിലത്തെ സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല സുഹൃത്തുക്കളെ. ഭൂരിഭാഗം ഷോപ്പുകൾ അടച്ചെടുക്കുകയാണ്. അവർ തുറന്നു വരുന്നതേ ഉള്ളൂ, അവർ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം മിക്കവാറും മാർക്കറ്റ് ആക്റ്റീവ് ആവുന്നത്. അയ്യോ, ഇവിടെ ഇതിനകത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ. അത് ശ്രീ ശ്യാംബാബ മന്ദിർ. ഈ ഹരിയോം ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെ മെയിൻ ഗേറ്റ് ഇതാണ് കേട്ടോ, ഗേറ്റ് നമ്പർ 1. ഇത് അടുത്തൊരു മാർക്കറ്റാണ് കേട്ടോ, JJ ടെക്സ്റ്റൈൽ മാർക്കറ്റ്. ഇത് ഭയങ്കര വലുതാണല്ലോ, JJ ടെക്സ്റ്റൈൽ മാർക്കറ്റ്. നമുക്ക് ഇതിനകത്തുനിന്ന് കയറി നോക്കാവേ. JJ ടെക്സ്റ്റൈൽ മാർക്കറ്റ്. ഞാൻ JJ ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയേക്കാണ് കേട്ടോ. ഇവിടെയും കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവരിവിടെ എല്ലാം അടുക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തേക്ക് പോകാമെന്ന് തോന്നുന്നു. അതെല്ലാം ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ വന്നുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ അവരുടെ സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഒരു JJ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനേ നമുക്ക് ഒരെണ്ണം കൂടി പോകാനുണ്ട്. സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ ബിൽഡിങ് ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വഴി പോയപ്പോഴും കണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അവിടെയും കൂടി എന്തായാലും കയറാം. നല്ല വെയിലാണ്, ഉച്ച സമയമാണ്. ഇതാണ് ആ ഒരു സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. നമുക്ക് അതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ യൂണിയൻ ബാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ മാള് പോലെ ഉണ്ടല്ലോ. പുള്ളി തന്നെ ഏതൊരു കടയിലേക്ക് കൊണ്ടുപോകാൻ സുഹൃത്തുക്കളെ. ഇവിടെയും കുറേ ഷോപ്സ് ഉണ്ട്. ये मार्बल शिफॉन आएगा 195. सुपंडी चलेगा नहीं केरला. केरला. आपका नाम क्या है? यादगिरी. യാദഗിരി. മാതോശ്രീ സാരി. ഇവർ ഹൈദരാബാദുകാരാണ്, തെലുഗു പീപ്പിൾസ് ആണ്. അപ്പോൾ അവരുടെ കടയാണ് കേട്ടോ. ഞാൻ വെറുതെ ഇവിടെ വായി നോക്കി കിടന്നാണ്. അപ്പം ആ പുള്ളി എന്നെ വിളിച്ചിട്ട് ഒരു തെലുഗു കടയിൽ കൊണ്ടുപോയതാണ്. ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് നമ്മളിങ്ങനെ പിടിച്ച് ഓരോ കടകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലുണ്ട്. അവന്മാർ വന്ന് നമ്മൾ പിടിച്ച് വലിച്ച് കടയിലേക്ക് കൊണ്ടുപോകും. കടയിൽ വെറുതെ കണ്ടാൽ മതി, വാങ്ങിക്കുകയും ചെയ്യേണ്ടെന്നും പറഞ്ഞായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വിലയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പതുക്കെ ഒക്കെ അതുകൊണ്ടാണ് എത്ര വെക്കാൻ തുടങ്ങും. നമ്മളും പതുക്കെ വാങ്ങിക്കും. അതൊരു ബിസിനസ് ട്രിക്കാണ്. എന്നാലും കൊള്ളാവേ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഈ ഒരു വഴിയിൽ ഒരുപാട് പേര് അങ്ങനെ നിൽപ്പുണ്ട്. സൂറത്ത് മാർക്കറ്റ് കുറേ ഉണ്ട്. ഞാൻ ആ കയറിയ ഭാഗത്ത് ഇത്ര എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് വഴികളുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇതെല്ലാം ഹോൾസെയിൽ മാർക്കറ്റ് ഏരിയകളാണ് കേട്ടോ. ഹോൾസെയിലായിട്ട് ഡ്രസ്സുകൾ വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവരെല്ലാം എന്തോരം സാരികളാണ് വണ്ടിയിലേക്കാക്കുന്നത് നോക്കിക്കേ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇവിടെ ഇത്രയും ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്, ഇവരെല്ലാവർക്കും എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആവുന്നതെന്നുള്ളത്. കാരണം എന്തോരം ടെക്സ്റ്റൈൽ ഷോപ്പുകൾ അടുപ്പിച്ച് ഇവിടെ ഒരു എന്താ പറയുക, ഒരു മില്യൺസ് ഓഫ് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. ഇത്രയും കടകളുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഇത് പ്രോഫിറ്റബിൾ ആവുന്നാവോ? ഓരോ മാർക്കറ്റിനുള്ളിലും 1000 കടകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ എത്ര മാർക്കറ്റുകളാണ് ഇവിടെ ഉള്ളത്? എങ്ങനെയാണ് ഇവർക്ക് എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവുന്നാവോ? എന്തായാലും കുറേ ഓപ്ഷനുകളുണ്ട്. ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കുറേ ഓപ്ഷനുകളുണ്ട്. കണ്ട അപ്പുറമുള്ള ബിൽഡിങ്ങുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് പാലം കൊടുത്തേക്ക് നോക്കിക്കേ. ഈ ബിൽഡിങ്ങിൽ നിന്ന് ആ ബിൽഡിങ്ങിലേക്ക് പോകാനായിട്ട് പാലം കയറിയാൽ മതി. അതുള്ള എന്തോരം ഭാരമുള്ള ലോഡാണ് സുഹൃത്തുക്കളെ ഇവർ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. ഇതിനൊക്കെ എങ്ങനെ പോയാലും ഒരു 10-20 കിലോയെങ്കിലും ഉണ്ടാവും. അതായത് ഈസി ആയിട്ടാണ് അത് മുകളിൽ ചുമലിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. എന്നിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പബ്ലിക് പാർക്കിംഗ് ഏരിയയിലാണ്. അങ്ങോട്ടേക്ക് പോയിട്ട് വണ്ടി എടുക്കട്ടെ. ഇവിടെ
ഇവിടുത്തെ പബ്ലിക് പാർക്കിംഗ് ഏരിയ ഉണ്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ആ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് തിരിച്ച് ഡോർമെറ്റിലെത്തി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിവിടെ വൈൻഡപ്പ് ചെയ്തൊക്കെയാണ്. ഇനി അങ്ങോട്ടേക്ക് സൂറത്തിലത്തെ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ വീഡിയോ അടുത്ത വീഡിയോ വരാനുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഇടുമ്പോൾ അതും കാണാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ.